നമസ്കാരം സുഹൃത്തുക്കളെ, ഓഡിയോ ബുക്ക് ഡെയിലി മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സ്ലാവോമിർ റാവിച്ചും കൂട്ടുകാരും നടത്തിയ മഹാപലായനം ദി ലോങ് വോക്ക് ഒരു വെറും കഥ മാത്രമല്ല. വെള്ളമില്ലാതെ, ഭക്ഷണമില്ലാതെ, മഞ്ഞും വെയിലും മഴയും വകവയ്ക്കാതെ നഗ്നപാതരായി സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചം തേടി പുറപ്പെട്ട ഒരു അപൂർവ അതിജീവന പോരാട്ടത്തിന്റെ കഥയാണിത്. വരൂ, ആവേശകരമായ ഈ കഥ നമുക്ക് കേൾക്കാം. ബാർഗുസിൻ നദി കടക്കുമ്പോഴേക്കും മെയ് മാസം അവസാനമായിരുന്നു. ഞങ്ങളുടെ യാത്രയിലെ വെള്ളവുമായി ബന്ധപ്പെട്ട അവസാനത്തെ തടസ്സം അതായിരുന്നു എന്ന് പറയാം. അതിന്റെ മറുകരയിൽ സൈബീരിയൻ വേനൽക്കാലം ഞങ്ങളെ സ്വാഗതം ചെയ്തു. കുന്നിൻമുകളിൽ നിന്ന് നോക്കുമ്പോൾ ദൂരെ പാടങ്ങളും തോട്ടങ്ങളും പച്ചപ്പണിഞ്ഞു നിൽക്കുന്നത് കാണാമായിരുന്നു. ആറാഴ്ചത്തെ തുടർച്ചയായ യാത്രയിൽ വടക്കൻ സൈബീരിയയിലെ കഠിനമായ തണുപ്പും മഞ്ഞും ഹിമാനികളുമൊക്കെ പിന്നിട്ട് ഞങ്ങൾ സുഖകരമായ കാലാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. രാവിലെ നേരങ്ങളിൽ മേൽവസ്ത്രം ഊരിവെച്ച് യാത്ര ചെയ്യാൻ കഴിയുന്നത്ര ചൂടുണ്ടായിരുന്നു. ഞങ്ങളെ പിന്തുടരുന്ന സോവിയറ്റ് പോലീസിനെക്കുറിച്ചുള്ള പേടി ഇപ്പോൾ ഏറെക്കുറെ മാറിയിരുന്നു. ബാർഗുസിൻ നദി മുറിച്ചു കടന്നതിനുശേഷം 2 ദിവസം ഞങ്ങൾ ഒന്നും കഴിക്കാതെ യാത്ര ചെയ്തു. വിശപ്പ് എത്രത്തോളം കഠിനമായിരുന്നുവെന്നാൽ എല്ലാവരുടെയും മനസ്സിൽ ഭക്ഷണത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമായിരുന്നു. അപ്പോഴാണ് കാടിനുള്ളിൽ ദൂരെയായി ഒരു കുതിര നിൽക്കുന്നത് കണ്ടത്. ഞാനും ജാരോയും ജാഗ്രതയോടെ പുറകിലൂടെ അതിനെ സമീപിച്ചു. ഞങ്ങളുടെ സാന്നിധ്യം അത് മണത്തറിഞ്ഞു എന്ന് തോന്നുന്നു. പുല്ലു തിന്നുകയായിരുന്ന അത് തലയുയർത്തി തിരിഞ്ഞു ഞങ്ങളെ നോക്കി. ഞങ്ങൾ അത്രയധികം വിശന്നിരുന്നതുകൊണ്ട് കുതിരയിറച്ചി കഴിക്കാൻ പോലും തയ്യാറായിരുന്നു. കുതിരയെ ഒരു സ്ലെഡ്ജിൽ കെട്ടിയിരുന്നു. അതിൽ ഒരു പഴയ ഒറ്റക്കുഴൽ തോക്കിരിക്കുന്നത് കണ്ടു. അടുത്ത് ഒരു തോൽസഞ്ചി ഉണ്ടായിരുന്നു. മിക്കവാറും അതിൽ വെടിമരുന്നായിരിക്കാം. ആ തോക്കിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ അത് കിട്ടുന്നതിനു മുൻപ് തന്നെ അത് കൈക്കലാക്കുന്നത് സുരക്ഷിതമാണെന്നെനിക്ക് തോന്നി. ഞാൻ വേഗത്തിൽ മുന്നോട്ട് നീങ്ങി ആ തോൽസഞ്ചിയും തോക്കും കൈക്കലാക്കി. തോക്ക് കയ്യിൽ കിട്ടിയ ഉടൻ മറ്റുള്ളവരെ വരാൻ ആംഗ്യം കാണിച്ചു. കുതിര പരിഭ്രമത്തോടെ കരഞ്ഞുകൊണ്ട് തുള്ളിച്ചാടി. അതിന്റെ ഉടമസ്ഥൻ ആ ശബ്ദം കേൾക്കാവുന്ന ദൂരത്തുതന്നെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അയാൾ വരുമ്പോഴേക്കും ഞങ്ങൾ പരിഭ്രമത്തോടെ അയാളുടെ ദിശയിലേക്ക് തിരിഞ്ഞുനിന്നു. അയാൾക്ക് ഏകദേശം 65 വയസ്സുണ്ടാകും. പ്രായമായെങ്കിലും ദൃഢഗാത്രനായ ഒരു വൃദ്ധൻ. അയാളുടെ പെരുമാറ്റം എനിക്ക് അസാധാരണമായി തോന്നി. ഞങ്ങളെ കണ്ടിട്ടും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് ശാന്തനായി നടന്നുവന്നു. നേരെ കുതിരയുടെ അടുക്കൽ ചെന്ന് ഭയന്നുനിന്ന അതിന്റെ തലയിൽ തലോടി കയ്യിലുണ്ടായിരുന്ന കോടാലി സ്ലെഡ്ജിൽ വെച്ചു. ക്രിസ്റ്റീനയെ കെട്ടിപ്പിടിച്ചു നിന്ന സ്മിത്തിനെ നോക്കി ശാന്തനായി ചോദിച്ചു, "ആരാണ് നിങ്ങളെല്ലാം?" "ഞങ്ങൾ റഷ്യൻ ലേബർ ക്യാമ്പുകളിൽ നിന്ന് രക്ഷപ്പെട്ട തടവുകാരാണ്. ഞങ്ങൾ നിങ്ങളെ ഉപദ്രവിക്കില്ല. ഞങ്ങൾക്ക് ഭക്ഷണം വേണം" എന്ന് സ്മിത്ത് മറുപടി നൽകി. ആ വൃദ്ധൻ ഒരു നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു, "കാലം എത്ര മാറുന്നു. പണ്ടൊക്കെയായിരുന്നെങ്കിൽ നിങ്ങൾ ആരാണെന്ന് പോലും ചോദിക്കാതെ ആഹാരവും വെള്ളവും നൽകി സൽക്കരിക്കുമായിരുന്നു. ഇപ്പോൾ നിങ്ങൾ തടവുകാരാണ്" എന്ന് തന്നത്താനെന്ന പോലെ പറഞ്ഞു. ആ മനുഷ്യന്റെ പെരുമാറ്റത്തിൽ അസാധാരണമായ ഗാംഭീര്യവും ലാളിത്യവും പ്രകടമായിരുന്നു. വീണ്ടും അയാൾ ക്രിസ്റ്റീനയെ അവിശ്വസനീയതയോടെ നോക്കി. അവളെക്കുറിച്ച് എന്തെങ്കിലും ചോദിക്കുമെന്ന് ഞാൻ കരുതി. അയാൾ ഒന്നും മിണ്ടാതെ കുനിഞ്ഞ് സ്ലെഡ്ജിന് താഴെ വെച്ചിരുന്ന ഒരു നീളൻ സഞ്ചിയെടുത്തു. അതിനുള്ളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു, "നിങ്ങൾ എന്നെ ഭയപ്പെടേണ്ടതില്ല. ഞാനും ഇവിടെ തനിച്ചാണ്. ഇവിടെ നിന്ന് മൈലുകളോളം ദൂരത്തേക്ക് മറ്റ് ഗ്രാമങ്ങളൊന്നുമില്ല." അവന്റെ സഞ്ചിക്കുള്ളിൽ നിന്ന് ഞങ്ങൾക്ക് സ്വർഗം കിട്ടിയതുപോലെ 2 വലിയ ബ്രെഡും പുഴുങ്ങിയ മീനും ഉപ്പിട്ട് വറുത്ത പന്നിമാംസത്തിന്റെ വലിയ കഷ്ണങ്ങളും പുറത്തുവന്നു. അവൻ കൊണ്ടുവന്ന ഭക്ഷണത്തിന്റെ അളവ് കണ്ടപ്പോൾ ദിവസം മുഴുവൻ കാട്ടിൽ കഴിയാൻ വന്നതാണെന്ന് തോന്നി. അവനും ഭക്ഷണം കഴിച്ചതായി കണ്ടില്ല. അരയിൽ നിന്ന് കത്തിയെടുത്ത് അവിടെയുണ്ടായിരുന്ന ഭക്ഷണത്തിൽ നിന്ന് കുറച്ചുമാത്രം മുറിച്ചെടുത്ത് ബാക്കിയെല്ലാം അടുത്തുതന്നെ നിന്നിരുന്ന കോലമനോസിന്റെ കൈയിൽ കൊടുത്തു. കൈ നിറയെയിരിക്കുന്ന ആ ഭക്ഷണമെല്ലാം നോക്കി എന്തു ചെയ്യണമെന്നറിയാതെ കോലമനോസ് അവിടെ നിന്നു. ഞാൻ അവനോട് അതെല്ലാം സഞ്ചിയിലിടാൻ പറഞ്ഞു. "നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും കഴിക്കാമല്ലോ." എന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞുനോക്കിയ അവന്റെ മുഖത്ത് ആ തോക്കിനെക്കുറിച്ചുള്ള ചോദ്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ സ്മിത്തിനോട് സംസാരിക്കാനായി ദൂരേക്ക് മാറി നിന്നു. "ആ തോക്കുകൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവുമില്ലെന്ന് സ്മിത്ത് പറഞ്ഞു. നമ്മുടെ മുന്നോട്ടുള്ള വഴി ജനവാസം കുറവാണെങ്കിലും അത്യാവശ്യം ആളുകളുള്ള തെക്കൻ സൈബീരിയ ഭാഗത്തേക്കായിരുന്നു. അവിടെ തോക്ക് ഉപയോഗിച്ച് നായാട്ട് നടത്തിയാൽ ആളുകളുടെ കണ്ണിൽപ്പെടാൻ സാധ്യതയുണ്ട്. എന്നാൽ തോക്ക് അയാളുടെ കയ്യിൽ കൊടുത്താൽ നമുക്ക് അപകടമാകുമോ എന്ന പേടിയും ഞങ്ങളെ അലട്ടിയിരുന്നു." ഞാൻ തിരികെ വന്നു പറഞ്ഞു, "അല്ലയോ വൃദ്ധ, നിനക്ക് നിന്റെ തോക്ക് തിരിച്ചുതരാൻ ഞങ്ങൾക്ക് കഴിയില്ല. കാരണം അത് ഞങ്ങൾക്ക് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ട്." അതുകേട്ട് തോക്ക് തിരികെ ചോദിക്കാനായി കൈയുയർത്തിയ അയാൾ പിന്നീട് കൈ താഴ്ത്തിയിട്ട് പറഞ്ഞു, "എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും. തടവുകാരായി ജീവിച്ച നിങ്ങൾക്ക് ആരെയും വിശ്വസിക്കാൻ കഴിയില്ല. പക്ഷേ ആ തോക്ക് നിങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ല. അതുപയോഗിച്ചാൽ നിങ്ങൾക്ക് അപകടമാണ് കൂടുതൽ. വെറുതെ അത് ചുമന്നുകൊണ്ട് നടക്കുന്നതിന് പകരം ഈ വഴിയിൽ മുന്നിലുള്ള ഏതെങ്കിലും മരക്കൊമ്പിൽ കെട്ടിത്തൂക്കിവിടൂ. ഞാനത് കണ്ടെത്തിയെടുത്തുകൊള്ളാം. എനിക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന വിധം തൂക്കിയിട്ടാൽ വലിയ ഉപകാരമായിരിക്കും." അങ്ങനെ അയാള് തന്നെ ഞങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു. ഞങ്ങളെല്ലാം അയാളുടെ നിർദ്ദേശം സ്വീകരിച്ച് മുന്നോട്ടു നടന്നു.
അയാൾ ഒരിക്കൽ കൂടി ക്രിസ്റ്റീനയെ നോക്കി. പിന്നീട് ഞങ്ങൾക്ക് നേരെ കൈവീശി. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളെ സുരക്ഷിതമായി ലക്ഷ്യസ്ഥാനത്തെത്തിക്കട്ടെ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഏകദേശം 5 മൈൽ ദൂരം പിന്നിട്ടപ്പോൾ ഞങ്ങൾ സുരക്ഷിതരാണെന്ന് തോന്നി. വൃദ്ധന് കൊടുത്ത വാക്കുപോലെ അവിടെ കണ്ട ഒരു മരക്കൊമ്പിൽ തോൽവാർ മുറിച്ചെടുത്ത് അയാൾക്ക് എളുപ്പത്തിൽ കാണാൻ കഴിയുന്ന വിധത്തിൽ ഞങ്ങൾ ആ തോക്ക് കെട്ടിത്തൂക്കി. വൈകുന്നേരം ആ പൊതി തുറന്ന് വൃദ്ധൻ നൽകിയ ആഹാരം കൊളമനോസ് 8 ഭാഗങ്ങളായി പകുത്തു. ഞങ്ങൾക്ക് ഒരു നേരത്തേക്ക് മാത്രമുള്ള ആ ഭക്ഷണം എങ്ങനെയെങ്കിലും 3 ദിവസത്തേക്ക് ഉപയോഗിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. എത്ര വിശന്നാലും വരാനിരിക്കുന്ന കഠിനമായ സാഹചര്യങ്ങൾ മുൻകൂട്ടി കണ്ട് ഭക്ഷണം കരുതിവെക്കുന്നത് ഞങ്ങൾക്ക് ശീലമായിരുന്നു. ക്രിസ്റ്റീനയും ഒന്നും മിണ്ടാതെ ഞങ്ങളെ പിന്തുടർന്നു. അവളെ കണ്ടപ്പോൾ വിളറി വെളുത്ത് നല്ല തളർച്ചയുള്ളതുപോലെ തോന്നി. അവൾക്ക് നല്ല ക്ഷീണമുണ്ടെങ്കിലും ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നില്ല. അത് മനസ്സിലാക്കിയ സ്മിത്ത്, രാത്രി നിലാവുള്ളതുകൊണ്ട് ഇനി മുതൽ വെയിൽ കൂടുമ്പോൾ കാട്ടിലെവിടെയെങ്കിലും ഒളിഞ്ഞിരുന്ന് വിശ്രമിക്കാം, രാത്രി മുഴുവൻ നടക്കാം എന്ന് നിർദ്ദേശിച്ചു. എല്ലാവരും സമ്മതിച്ചതോടെ ഞങ്ങളുടെ യാത്രയുടെ ക്രമം മാറി. പുതിയ രീതി ശരിക്കും ഉന്മേഷദായകമായിരുന്നു. രാത്രി എത്ര നടന്നാലും അത്ര വലിയ ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നില്ല. നിലാവുള്ള ഒരു രാത്രിയിൽ ഒരു ഗ്രാമത്തിന് അരികിലൂടെ പോകുമ്പോൾ വിശപ്പ് സഹിക്കാനാവാതെ ഞങ്ങൾ മോഷണം നടത്താൻ തീരുമാനിച്ചു. ഞങ്ങളുടെ യാത്രയിലെ ആദ്യത്തെയും അവസാനത്തെയും മോഷണം അതായിരുന്നു എന്ന് പറയാം. ഗ്രാമത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പന്നി കരയുന്നത് കേട്ടു. വിശന്നിരുന്ന ഞങ്ങളുടെ ചെവികൾക്ക് അത് സംഗീതം പോലെ മധുരമായിരുന്നു. കൂട്ടത്തിൽ ആരോ തന്റെ അമ്മ പണ്ട് പന്നിവാലുകൊണ്ടുണ്ടാക്കുമായിരുന്ന സൂപ്പിനെ ഓർത്ത് കൊതിയോടെ പറഞ്ഞു. മോഷണത്തിനു പോകുന്നത് അപകടമാണെന്ന് സ്മിത്ത് ആദ്യം ശക്തമായി എതിർത്തുവെങ്കിലും ഞങ്ങളുടെയെല്ലാം വിശന്ന മുഖങ്ങൾ കണ്ട് അവസാനം സമ്മതിച്ചു. ഞാനും കൊളമനോസും മാർച്ചിങ്കോവും കൂർത്ത കത്തിയും കോടാലിയുമായി മോഷണത്തിനിറങ്ങി. ഗ്രാമത്തിനു ചുറ്റും പുല്ല് സമൃദ്ധമായി വളർന്നിരുന്നു. പന്നി കരഞ്ഞുകൊണ്ടിരുന്ന പറമ്പിന്റെ വേലിക്കരികിൽ മാർച്ചിങ്കോവിനെ കാവൽ നിർത്തി ഞാനും കൊളമനോസും മെല്ലെ പത്തിപ്പതുങ്ങി ഇഴഞ്ഞു നീങ്ങി. ഇരുട്ടത്ത് ഞങ്ങൾ മെല്ലെ തൊഴുത്തിനടുത്തേക്ക് നീങ്ങി. തൊഴുത്തിന്റെ വാതിൽ തപ്പി നോക്കിയപ്പോൾ അത് പെട്ടെന്ന് തന്നെ കയ്യിൽ കിട്ടി. ഒരു കുറ്റിയിട്ട് വാതിലടച്ചിരിക്കുകയായിരുന്നു. ഞാൻ സാവധാനം ആ കുറ്റി വലിച്ചെടുത്തു. കര എന്ന ശബ്ദത്തോടെ വാതിൽ തുറന്നു. ഗ്രാമം മുഴുവൻ നല്ല ഉറക്കത്തിലായിരുന്നതുകൊണ്ട് ആ ശബ്ദം ആരും കേട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും അകത്തു കടന്നു. ഞാൻ പന്നിയുടെ ചെവിയിൽ പിടിച്ചു. കൊളമനോസ് അതിന്റെ വയറ്റിൽ പിടിച്ച് പൊക്കാൻ ശ്രമിച്ചു. എന്നിട്ട് എന്നോട് പതുക്കെ പറഞ്ഞു, ഇതിനെ രണ്ടാൾക്കും കൂടി ചുമക്കാൻ കഴിയില്ല, നല്ല വണ്ണമുള്ള പന്നിയാണ്. ഇനി ഒരേയൊരു വഴിയേയുള്ളൂ, പന്നിയെ എങ്ങനെയെങ്കിലും നമ്മുടെ കൂടെ നടത്തിക്കുക. ഞാൻ അതിന്റെ ചെവിയിൽ പിടിച്ചു നടത്താം, നീ അതിന്റെ വയറിൽ ചൊറിഞ്ഞുകൊടുത്ത് അതിനെ സന്തോഷിപ്പിക്കൂ എന്ന് ഞാൻ കൊളമനോസിനോട് പറഞ്ഞു. അവൻ വയറിൽ ചൊറിഞ്ഞപ്പോൾ പന്നി ആനന്ദത്തോടെ പതുക്കെ ഒന്ന് കുറുകൂടി. ചെവിയിൽ പിടിച്ചു വലിച്ചും വയറിൽ ചൊറിഞ്ഞുകൊടുത്തും ഞങ്ങളതിനെ കാട്ടിലേക്ക് നയിച്ചു. ഞങ്ങൾ വരാൻ വൈകുന്നത് കണ്ട് മാർച്ചിങ്കോവ് പരിഭ്രമിച്ചിരുന്നു. അവനും ഞങ്ങളോടൊപ്പം ചേർന്ന് പന്നിയുടെ വയറിൽ ചൊറിഞ്ഞും പിന്നിൽ നിന്ന് തള്ളിയും സഹായിച്ചു. ഒരു അപകടവുമില്ലാതെ അതിനെ കാടുവരെ എത്തിക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യമാണ്. ഞങ്ങളുടെ സംഘത്തിലെ ബാക്കി 5 പേരും ആശങ്കയോടെ ഞങ്ങളെ കാത്തുനിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ അടുത്തെത്തിയ ഉടനെ കൊളമനോസ് കൊടാലികൊണ്ട് ഒറ്റവെട്ടിന് പന്നിയുടെ തലയറുത്തു. വേഗം തന്നെ അതിന്റെ കുടലും മറ്റും മാറ്റി 7 പേർക്കും ചുമക്കാൻ പാകത്തിന് കഷണങ്ങളാക്കി മുറിച്ചു. ഞങ്ങൾ ഗ്രാമത്തിൽ നിന്ന് 3/4 മൈൽ ദൂരത്തായിരുന്നു. അതുകൊണ്ട് നേരം വെളുക്കുന്നതിനു മുൻപ് ഗ്രാമത്തിൽ നിന്ന് പരമാവധി ദൂരത്തെത്തുകയും അതിനുശേഷം മാത്രം മാംസം ചുട്ടെടുക്കുകയും ചെയ്യുക എന്നതായിരുന്നു ഞങ്ങളുടെ പദ്ധതി. മാംസകഷണങ്ങൾ ചുമന്നുകൊണ്ടാവുന്നത്ര വേഗത്തിൽ ഞങ്ങൾ യാത്ര തുടർന്നു. വെളിച്ചം വന്നപ്പോഴേക്കും ഞങ്ങൾ കാടിന്റെ ഉള്ളിലെത്തിയിരുന്നു. മുന്നിൽ വലിയ പാറകൾ നിറഞ്ഞ ഒരു മല കണ്ടു. അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കാൻ ഇടം കിട്ടുമെന്ന പ്രതീക്ഷയോടെ മാംസത്തിന്റെ ഭാരവും പേറി ഞങ്ങൾ മല കയറി. ഞങ്ങളുടെ പ്രതീക്ഷ തെറ്റിയില്ല. മലമുകളിൽ പ്രകൃതിദത്തമായ പല ഗുഹകളുമുണ്ടായിരുന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ മലമുകളിൽ നിന്ന് ചുറ്റും നോക്കി ജനവാസമൊന്നുമുണ്ടോ എന്ന് പരിശോധിച്ചു. മൈലുകളോളം പരന്നുകിടക്കുന്ന കാടല്ലാതെ മറ്റൊന്നും കണ്ടില്ല. ഗ്രാമത്തിൽ നിന്ന് ഞങ്ങൾ ചുരുങ്ങിയത് 25 മൈലെങ്കിലും ദൂരെ എത്തിയെന്ന് തോന്നുന്നു. പണ്ട് മാനിനെ വേട്ടയാടിയപ്പോൾ ചെയ്തതുപോലെ പന്നിമാംസം വയറുനിറയെ തിന്ന ശേഷം ബാക്കിയുള്ളത് കൊണ്ടുപോകാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. പുക വരാത്ത ഉണങ്ങിയ വിറകുകൾ ശേഖരിച്ച് ഒരു ഗുഹയ്ക്കുള്ളിൽ ഞങ്ങൾ തീയിട്ടു. നല്ല കൊഴുപ്പുള്ള പന്നിയായിരുന്നു. ചുട്ടു തുടങ്ങിയപ്പോൾ തന്നെ അതിന്റെ കൊഴുപ്പുരുകി തീയിലേക്ക് വീഴാൻ തുടങ്ങി. പുകയ്ക്കൊപ്പം മാംസം ചുട്ട മണം കൂടി വന്നപ്പോൾ വിശപ്പ് ഇരട്ടിയായി. അന്ന് മാംസം ചുട്ടു തിന്നുക, ഉറങ്ങുക, ഈ 2 ജോലികൾ മാത്രമേ ഞങ്ങൾ ചെയ്തുള്ളൂ. 2 മണിക്കൂർ കൂടുമ്പോഴുള്ള കാവൽ മാറ്റാൻ മാത്രം ഞങ്ങൾ മറന്നിരുന്നില്ല. വൈകുന്നേരമായപ്പോഴേക്കും എനിക്കും മക്കോർസിക്കും സ്മിത്തിനും വയറുവേദന അനുഭവപ്പെട്ടു തുടങ്ങി. കുറേ ദിവസങ്ങളായി പട്ടിണിയിലോ അല്ലെങ്കിൽ പകുതി വയർ മാത്രം ഭക്ഷണം കഴിച്ചോ ശീലിച്ച ഞങ്ങൾ പെട്ടെന്ന് കൊഴുപ്പുള്ള പന്നിമാംസം വയറുനിറയെ കഴിച്ചതിന്റെ ഫലമായിരുന്നു അത്. എല്ലാവരും വയറുവേദന സഹിക്കാനാവാതെ വയറിൽ പിടിച്ചിരുന്നുപോയി. എന്നാൽ 1-2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എല്ലാം തനിയെ ശരിയായി. വീണ്ടും പന്നിമാംസം കഴിക്കാൻ ഞങ്ങൾ തയ്യാറായി. ബാക്കിയുള്ള മാംസം പുക കൊള്ളിച്ചാൽ വേഗം കേടാകില്ല എന്ന് ആരോ ഉപദേശിച്ചു. എല്ലാവരും പച്ചിലകൾ കൊണ്ടുവന്ന് ഗുഹയ്ക്കുള്ളിൽ കൂട്ടിയിട്ട് തീയിട്ട് പുകയ്ക്കാൻ തുടങ്ങി. മാംസം പുകയിട്ട് തീരുന്നപ്പോഴേക്കും ഗുഹയ്ക്കുള്ളിലെ പുക സഹിക്കാനാവാതെ ചുമച്ച് എല്ലാവരും ആസ്മരോഗികളെപ്പോലെയായിരുന്നു. പിന്നീട് എല്ലാം പാക്ക് ചെയ്ത് യാത്ര തുടർന്നു. ഞങ്ങളുടെ യാത്രയുടെ ഈ ഘട്ടത്തിൽ
ഞങ്ങൾ സോവിയറ്റ് റഷ്യയുടെ അതിർത്തിയോട് ഒരാഴ്ചത്തെ നടത്തത്തിന്റെ ദൂരത്തെത്തിയെന്ന് ഞാൻ കണക്കുകൂട്ടി. എല്ലാവരും കൂടുതൽ ജാഗരൂകരായി. അതിർത്തി പ്രദേശങ്ങളിൽ കാവൽപ്പടകൾ ഉള്ളതിനാൽ ജാഗ്രത ആവശ്യമായിരുന്നു. വഴിയിൽ കാണുന്ന ട്രാൻസ് സൈബീരിയൻ റെയിൽവേ ട്രാക്ക് മുറിച്ചു കടക്കുന്നത് അതിർത്തി കടക്കുന്നതിനേക്കാൾ പ്രയാസകരമായ ജോലിയാണെന്ന് തോന്നി. ട്രാക്കിലുടനീളം കനത്ത കാവലുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. ഞങ്ങൾ റെയിൽവേ ട്രാക്കിന് വളരെ അടുത്തെത്തിയെന്ന് തോന്നുന്നു. കാരണം ദൂരെ നിന്ന് ട്രെയിനിന്റെ വിസിലും അത് പോകുന്ന ശബ്ദവും ഇടയ്ക്ക് കേട്ടു തുടങ്ങിയിരുന്നു. സ്മിത്തും എന്നെപ്പോലെ തന്നെ ട്രാക്ക് മുറിച്ചു കടക്കുന്നതിനെക്കുറിച്ച് ചിന്തയിലായിരുന്നു. റെയിൽവേ ലൈനിൽ ശക്തമായ കാവലുണ്ടാവുമല്ലോ, നമ്മൾ എന്തു ചെയ്യും എന്നവൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, പകൽ സമയത്ത് കടക്കേണ്ട രാത്രിയിൽ വളരെ ശ്രദ്ധയോടെ കടന്നുപോകാം. അന്ന് രാവിലെ ആർക്കും ശരിക്കും ഉറക്കം വന്നില്ല. ഞങ്ങൾ ആരെയും കാവലിന് നിർത്തിയിരുന്നില്ല. യാതൊരു ആകുലതയുമില്ലാതെ ഉറങ്ങിയത് ക്രിസ്റ്റീന മാത്രമാണ്. ഞങ്ങളിൽ അവൾക്ക് എത്രത്തോളം വിശ്വാസമുണ്ടായിരുന്നു എന്നതിന് ആ ഉറക്കം തന്നെയായിരുന്നു സാക്ഷി. ഞങ്ങൾ വിശ്രമിച്ചിരുന്ന സ്ഥലത്തുനിന്നും ഏകദേശം 5 മൈൽ ദൂരത്തിൽ റെയിൽവേ ട്രാക്കുകൾ കാണാമായിരുന്നു. ട്രാക്കിന് അരികിലായി 5-6 മൈൽ ദൂരവ്യത്യാസത്തിൽ 2 ചെറിയ ഗ്രാമങ്ങളുമുണ്ടായിരുന്നു. ട്രാക്കിന് സമീപം ഒരു ചെറിയ കല്ലുകെട്ടിടമുണ്ടായിരുന്നു. ഒരുപക്ഷേ ഇത് ട്രാക്കിന്റെ മേൽനോട്ടം വഹിക്കുന്ന ജീവനക്കാരുടെയോ സിഗ്നൽ നൽകുന്നവരുടേതോ ആകാം. 2 ജോഡി പാളങ്ങളുള്ള ആ വഴിയുടനീളം ശക്തമായ മുള്ളുവേലി കെട്ടിയിട്ടുള്ളതായും കണ്ടു. ഇരുട്ടിത്തുടങ്ങിയതോടെ ഞങ്ങൾ പാളങ്ങൾ മുറിച്ചുകടക്കാനിറങ്ങി. റെയിൽവേ ട്രാക്കിൽ നിന്നും അല്പം ദൂരത്തായി മണ്ണുമാറ്റിയ ഒരു കുഴിയുണ്ടായിരുന്നു. എല്ലാവരും അതിലേക്ക് ചാടി ഒളിച്ചിരുന്നു. ഞാൻ പതുക്കെ മുന്നോട്ട് നീങ്ങി കമ്പിവേലി കടന്ന് കാവൽക്കാരുടെ നടമാട്ടമുണ്ടോ എന്ന് പരിശോധിച്ചു. ആരെയും കണ്ടില്ല. റെയിൽവേ പാളത്തിൽ ചെവിചേർത്ത് വെച്ച് ട്രെയിൻ വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചു. ഒന്നും കേട്ടില്ല. പാളം കടന്ന് ഞങ്ങൾ വേലി കടക്കാൻ ഒരിടം തിരഞ്ഞുകൊണ്ട് 100ഓളം വാര ഓടിക്കാണും. അപ്പോഴാണ് പിന്നിൽ നിന്ന് ആരോ കിടക്കൂ, എല്ലാവരും താഴെ കിടക്കൂ എന്ന് നിലവിളിക്കുന്നത് കേട്ടത്. എല്ലാവരും പുല്ലിന്മേൽ കമിഴ്ന്നു കിടന്നു. ദൂരെ നിന്ന് ഒരു സെർച്ച് ലൈറ്റ് ഞങ്ങളുടെ നേരെ വരുന്നത് കണ്ടു. കാവൽക്കാരുടെ കയ്യിൽ അകപ്പെട്ടല്ലോ എന്ന് കരുതി നിരാശ തോന്നി. പക്ഷെ ഭാഗ്യം ഞങ്ങളെ തുണച്ചു. ആ വെളിച്ചം കാവൽക്കാരുടേതായിരുന്നില്ല, മറിച്ച് വേഗത്തിൽ പാഞ്ഞുവരുന്ന ഒരു പാസഞ്ചർ ട്രെയിനിന്റേതായിരുന്നു. ഭീകരമായ ശബ്ദത്തോടെ ട്രെയിൻ ഞങ്ങളെ കടന്നുപോയി. ഞങ്ങൾ ട്രാക്കിന് തൊട്ടടുത്തായിരുന്നു. ആരെങ്കിലും ഞങ്ങളെ കണ്ടിരുന്നെങ്കിൽ, റെയിൽവേ പോലീസിന് വിവരം നൽകിയാൽ അവർ ഞങ്ങളെ ക്രൂരമായി വേട്ടയാടുമായിരുന്നു. അവിടെ നിന്ന് എത്രയും വേഗം ഓടി രക്ഷപ്പെടുന്നതാണ് സുരക്ഷിതമെന്ന് എല്ലാവർക്കും തോന്നി. വേലി കടന്നതോടെ റഷ്യൻ അതിർത്തിയിലേക്കുള്ള ഞങ്ങളുടെ ആ വലിയ പലായനം തുടർന്നു. വെയിൽ വന്നപ്പോഴേക്കും മറ്റൊരു വലിയ നദി മുന്നിലെത്തി. ബൈക്കൽ പ്രവിശ്യയിലെ നദികളെപ്പോലെ ഇവ അത്ര വേഗത്തിലല്ല ഒഴുകിയിരുന്നത്. കൂടാതെ അവിടുത്തേതുപോലെ കഠിനമായ തണുപ്പോ കരയിൽ ഉറഞ്ഞുകിടക്കുന്ന മഞ്ഞോ ഉണ്ടായിരുന്നില്ല. ഇവിടുത്തെ വെള്ളത്തിന് നല്ല ചൂടുണ്ടായിരുന്നു. നീന്തുന്നത് ഉന്മേഷദായകമായിരുന്നു. വിശ്രമിക്കണമെങ്കിൽ അക്കരെ കടന്നതിനുശേഷം ആകാമെന്ന് സ്മിത്ത് പറഞ്ഞു. നദി കടന്നെങ്കിലും ഞങ്ങൾ വിശ്രമിച്ചില്ല. സോവിയറ്റ് റഷ്യൻ അതിർത്തി അടുത്തായിരിക്കുമെന്ന പ്രതീക്ഷയും ആകാംക്ഷയും ഞങ്ങളിൽ പരിഭ്രാന്തിയുണ്ടാക്കി. ഞങ്ങൾ അതിർത്തിയോട് വളരെ അടുത്തെത്തിയപ്പോൾ മുന്നിൽ 2 മംഗോളിയക്കാർ വന്നു. ഏകദേശം 50 വാര അകലെ പെട്ടെന്നവർ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് ഞങ്ങൾക്കൊഴിഞ്ഞുമാറാൻ കഴിഞ്ഞില്ല. ഒരാൾ പ്രായമായ മനുഷ്യനായിരുന്നു, മറ്റേയാൾ ഒരു യുവാവും. മിക്കവാറും അയാളുടെ മകനായിരിക്കണം. ഞങ്ങളെ കണ്ട അവർ ദൂരെ നിന്നുതന്നെ ഞങ്ങൾ അടുത്തുവരുന്നതും കാത്തുനിന്നു. ഞങ്ങൾ എന്തു ചെയ്താലും അവർക്ക് സംശയം തോന്നുമെന്നും അവരെ പ്രകോപിപ്പിക്കുമെന്നും കരുതി ഞങ്ങൾ നേരിട്ട് അവരുടെ അടുത്തേക്ക് നടന്നു. ഞങ്ങൾ അടുത്തേക്ക് ചെന്നപ്പോഴേക്കും അവർ 2 പേരും തലകുനിച്ചു വന്ദിച്ചു. വളരെ ബഹുമാനത്തോടെ ഞങ്ങളുടെ വിശേഷങ്ങൾ ചോദിച്ചു. എവിടെ നിന്നാണ് വരുന്നത്? വളരെ ദൂരെ നിന്ന്, വടക്കൻ സൈബീരിയയിലെ യാഗുട്സ്കിൽ നിന്ന്. ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? വളരെ ദൂരെ തെക്കോട്ട്. എന്നെ അത്ഭുതത്തോടെ നോക്കിയ ആ വൃദ്ധൻ പെട്ടെന്നെന്തോ ഓർത്തതുപോലെ ചോദിച്ചു. നിങ്ങൾ ലാസയിലേക്ക് പോവുകയാണെന്ന് തോന്നുന്നു, അല്ലേ? പ്രാർത്ഥിക്കാൻ വേണ്ടി. ആ വൃദ്ധൻ എനിക്ക് വളരെ നല്ലൊരു മറുപടി തന്നെ പറഞ്ഞു തന്നിരുന്നു. ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് അതെ എന്ന് മറുപടി നൽകി. അവന്റെ ഊഹം ശരിയായതിൽ ഞാൻ അത്ഭുതം പ്രകടിപ്പിച്ചു. അത് ശരി, പക്ഷേ ഈ പെൺകുട്ടിയെ എന്തിനാണ് നിങ്ങളുടെ കൂടെ കൂട്ടിയത് എന്ന് അദ്ദേഹം ആശങ്കയോടെ ചോദിച്ചു. വഴിയിൽ അവളുടെ ബന്ധുക്കളുണ്ട്. അവളെ അവിടെ എത്തിച്ചിട്ട് ഞങ്ങൾ മുന്നോട്ടു പോകും എന്ന് ഞാൻ മറുപടി നൽകി. ആ 2 മംഗോളിയക്കാരും പരസ്പരം നോക്കി തലയാട്ടി. ആ പെൺകുട്ടിയെ സുരക്ഷിതമായി കൊണ്ടുപോകുന്ന ഞങ്ങളുടെ പ്രവൃത്തിയെ അവർ അഭിനന്ദിച്ചു. പിന്നീട് തങ്ങളുടെ പുറകിലെ സഞ്ചിയിൽ കൈയിട്ട് കൈനിറയെ നിലക്കടല ഞങ്ങൾക്കെല്ലാവർക്കും നൽകി. നൽകുമ്പോൾ തന്നെ ഞങ്ങളുടെ പാദങ്ങൾ ആ പുണ്യക്ഷേത്രത്തിൽ എത്തിക്കട്ടെ എന്ന് അവർ ആശംസിച്ചു. ഞങ്ങളെ വന്ദിച്ച് അവർ കുറച്ചു ദൂരം പോയിക്കഴിഞ്ഞു. അപ്പോഴേക്കും ആ വൃദ്ധൻ തിരിച്ചുവന്ന് ക്രിസ്റ്റീനയുടെ മടിയിൽ കുറച്ചുകൂടി നിലക്കടല നിറച്ചു. വീണ്ടും തലകുനിച്ച് വന്ദിച്ച് അദ്ദേഹം മുന്നോട്ടു നടന്നു. അവർ കാഴ്ചയിൽ നിന്ന് മറഞ്ഞ ഉടനെ ഞങ്ങൾ അതിർത്തി ലക്ഷ്യമാക്കി വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അതിർത്തിക്ക് വളരെ അടുത്തായതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും വൈകിക്കാൻ കഴിയുമായിരുന്നില്ല.